ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ജാനുവരി 25 വന്നിട്ട് പൂർണിമയാണ്, ഫുൾ മൂണാണ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് ഈ ഒരു ഫുൾ മൂണിൽ നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, എന്ത് മാനിഫെസ്റ്റേഷൻസ് ആണ് കടന്നു വരുന്നത് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. അതുപോലെ തന്നെ ഫുൾ മൂൺ വന്നിട്ട് ലെറ്റ് ഗോയുടെ എനർജിയാണ്, ഹീലിങ്ങിൻ്റെ എനർജിയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് ലെറ്റ് ഗോ ചെയ്യേണ്ട ടൈം പീരീഡും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ്? ഓക്കെ, അതാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഫുൾ മൂൺ വന്നിട്ട് നമ്മുടെ ഇയറിലെ ആദ്യത്തെ ഫുൾ മൂണാണ്, ലിയോ സൈനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ പൈൽ സെലക്ഷൻ നടത്താം. ഓക്കെ, താങ്ക് യു. You and your loved ones are safe. New starters coming. Expect powerful change. Okay. നിങ്ങൾക്ക് 3 ന്യൂ മൂൺ ആണ് വന്നേക്കുന്നത്. ബാക്കിൽ വന്നിട്ട് യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. ഇവിടെ കുറച്ച് പേർക്ക് ഇത് അഗെയിൻ വന്നിട്ട് ന്യൂ മൂണിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒത്തിരി പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഒത്തിരി ഹാർഡ് സിറ്റുവേഷൻ മറികടക്കാനായിട്ട്, ഒബ്സ്റ്റക്കിൾസ്, ബ്ലോക്സ്, തടസ്സങ്ങൾ നീക്കിയിട്ട് മുന്നോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് വന്നിട്ട് എന്താ പറയുക, കളക്റ്റീവായിട്ടുള്ള മെസ്സേജാണ്. പൈൽ സെലക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് 3-ൽ നിന്നിട്ടും ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ട് ചെയ്യുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ന്യൂ മൂൺ ഇൻ ക്യാൻസർ ആണ്. അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫാമിലി, റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങൾ, ഓക്കെ, കുറച്ചും കൂടെ ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ്, ഒരു നർച്ചറിങ്, സ്നേഹത്തിൻ്റെയൊക്കെ എനർജിയാണ്. ആ മേഖലകളിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട്, ബ്ലെസ്സിങ്സ് കാണാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ഓക്കെ, ന്യൂ മൂണാണ് വന്നേക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ന്യൂ ബിഗിനിങ്, ന്യൂ സ്റ്റാർട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ ഒരു ന്യൂ സ്ലേറ്റ് ഈശ്വരൻ നൽകുകയാണ്. പാസ്റ്റ് എല്ലാം ഹീൽ ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലോട്ട് വയ്ക്കുകയാണ്. ഈ ഒരു ടൈം പീരീഡിൽ ഒരു ക്ലീൻ സ്ലേറ്റ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയിൽ നിങ്ങളുടേതായ ആക്ഷൻസ് എടുക്കാം. ഓക്കെ, ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഡിവൈൻ നൽകുന്നുണ്ട്. അത് ഏറ്റവും പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ന്യൂ കണക്ഷൻസ് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. മാരേജ് ആയിരിക്കാം, ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അവരുമായി ചേർന്നിട്ട് നിങ്ങൾ എന്ത് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്, എന്ത് മാനിഫെസ്റ്റേഷൻസ്, നിങ്ങൾ ചെയ്ത കർമ്മത്തിന് എന്ത് റിസൾട്ടാണ് വരുന്നത് നോക്കാം. ഓക്കെ, താങ്ക് യു. Pile number 1. Pile number 1. Thank you. ഓക്കെ, ഈ കാർഡ് വരണം പ്യൂരിറ്റി. ഫസ്റ്റ് തന്നെ എനിക്ക് ക്രൗൺ ചക്രയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടെ ഡിവൈനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് അഗെയിൻ വന്നിട്ട് ഹാർട്ട് ഹീലിംഗ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങൾ ആഗ്രഹിച്ച ആൻസേഴ്സ്, വ്യക്തത, ക്ലാരിറ്റി അത് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ലഭിക്കുന്നതാണ്.
കൂടുതലായിട്ട് നമുക്ക് നോക്കാം ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ റീയൂണിയൻ കാണാൻ സാധിക്കുന്നുണ്ട്, റീകൺസിലിയേഷൻ. എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ മൂലം എന്താ പറയുക സെപ്പറേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് കുറച്ച് പേർക്ക് സാധ്യമാകുന്നതാണ്. മോട്ടിവേഷൻ, ഷൈൻ ഫ്രം വിത്തിൻ. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, മിസ്പ്ലേസ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ട് എടുക്കാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു ടൈമിൽ ഒത്തിരി എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം, ഒത്തിരി മോട്ടിവേഷൻ ലഭിക്കുന്നതായിട്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് കാർഡിലും നമുക്ക് സെയിം കളേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ക്രൗൺ ചക്ര, കുറച്ചും കൂടെ ഡിവൈൻ എനർജി. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ എത്രയൊക്കെ പ്രഷർ ഉണ്ടാകുന്നുണ്ട്, എത്രയൊക്കെ ടെൻഷൻസ് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷനിലെല്ലാം കുറച്ചും കൂടെ എന്താ പറയുക കാമായിട്ട് പീസ്ഫുള്ളായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ഫെയറി സ്പോട്ടിംഗ് ആണ്. ബിലീവിങ് ഇസ് സെയിങ്. നിങ്ങളെന്താണോ ബിലീവ് ചെയ്യുന്നത്, നിങ്ങളെന്താണോ വിശ്വസിക്കുന്നത്, അത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിൻ്റെ നന്മ, ഓക്കെ, അതിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ നോട്ടീസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രിയേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കണം, ഒരു അപ്രീസിയേഷൻ ലഭിക്കണം, ഒരു അക്സെപ്റ്റൻസ് സ്വീകാര്യത ലഭിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. കുറച്ച് പേർക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ക്ലാരിഫിക്കേഷൻസ് എടുക്കാം. ഇവിടെ കുറച്ച് പേർക്ക് സെൽഫ് റിയലൈസേഷനാണ്. നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊരു മായയിൽ ഇല്യൂഷനിൽ ഇരുന്നിട്ടുണ്ടാകാം. അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ഇല്യൂഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ട്രൂത്ത് ചിലപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട്, ഒൺലി തിങ് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ആ ഒരു സെൽഫ് റിയലൈസേഷൻ, ആ ഒരു കാര്യം കുറച്ച് പേരുടെ അവെയർനെസ്സിലോട്ട്, ബോധ മനസ്സിലോട്ട് വരുന്നതായിട്ടും ഈ ഒരു ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ പുതിയ പെറ്റ്സിനെ മേടിക്കാനായിട്ടായിരിക്കാം, ഫർ ബേബീസിനൊക്കെ മേടിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം. അവരുമായിട്ടുള്ളൊരു സ്പെഷ്യൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഇവിടെ ആനിമൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാരിഫിക്കേഷൻ എടുക്കാം. ചാരിയറ്റ്, വേൾഡ്, ഫൂൾ, ക്യൂൻ ഓഫ് കപ്സ്. ഡെഫിനറ്റ്ലി ഇവിടെ റിലേഷൻഷിപ്പ് ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് കണ്ടോ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. നിങ്ങളെന്തെങ്കിലും ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിൽ നിങ്ങൾക്ക് കുറവുള്ളതായിട്ട്, എന്തെങ്കിലുമൊക്കെ സെൽഫ് എസ്റ്റീമിൻ്റെ കുറവ്, അതായത് നിങ്ങൾ തന്നെ നിങ്ങളോട് സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ കുറച്ച് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസ് എല്ലാം മറികടക്കാനായിട്ടാണ് കുറച്ച് പേരോട് പറയുന്നത്. അത് മറികടക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, എഗെയിൻ കുറച്ച് പേർക്ക് ഇവിടെ ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഹീലിംഗ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒറ്റപ്പെട്ടു പോയി എലോൺ ആണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പ് അത് കുറച്ച് പേർക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്.
ഇവിടെ ചാരിയറ്റ് വന്നിട്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയിൽ ഒരു ഹീലിംഗ്, അവിടെ ഒരു പ്യൂരിറ്റി, ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വേൾഡിൽ വന്നിട്ട് ഇവിടെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സൈക്കിൾ ഇവിടെ എൻഡാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ഫെമിനിൻ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്, പിങ്ക് ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫെമിനിൻ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഹീലിംഗ് ലഭിക്കുന്നതായിരിക്കാം. അപ്പോൾ കുറച്ച് പേര് ടഫായിട്ടുള്ള സൈക്കിൾ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട്, ഒരു ന്യൂ സ്റ്റാർട്ടിലോട്ട് കടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് വിഷ് ഫുൾഫിൽമെൻറ്റ്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഫുൾഫില്ലാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡോഗ് സ്പിരിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ ആയിരിക്കാം. ഓക്കെ, നിങ്ങളെ കറക്റ്റായിട്ട് ഒരു ഡയറക്ഷനിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സമയാസമയങ്ങളിൽ ഗൈഡൻസ് നൽകുന്നതായിട്ട്, ഒരു മോട്ടിവേഷൻ്റെ രൂപത്തിൽ, ഓക്കെ, മെസ്സേജസിൻ്റെ രൂപത്തിലെല്ലാം ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേരോട് പറയുന്നുണ്ട്, ഫിസിക്കൽ വേൾഡിൽ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അവരൊരു നക്ഷത്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി വന്നിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട്, ഒത്തിരി ഹീലിംഗ് നൽകാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൈൻസ് ആൻഡ് സിമ്പിൾസ് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കുറച്ചും കൂടെ, എന്താ പറയുക, ഒരു ഫെമിനിൻ എനർജി, കുറച്ചും കൂടെ ഒരു ഹീലിങ്ങിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ബാക്ക് സൈഡിൽ വന്നിട്ട് ഒത്തിരി ഷെൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഷെല്ലിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സേഫ് നെറ്റിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ലെറ്റ് ഗോയുടെ എനർജിയാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എനർജീസ്, ഇമോഷണലി നിങ്ങൾ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ഇവിടെ റെഡിയാകുന്നതാണ്. നെക്സ്റ്റ്, നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾ ഫുൾ മൂൺ റിച്വൽസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. വിക്ടിം, ഇവിടെ വന്നിട്ട് ഹാർട്ട് ചക്രയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റി, അതിൽ നിന്നും പുറത്ത് കടക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. കുറച്ച് പേർക്ക് ഇത് സെൽഫ് എസ്റ്റീമിൻ്റെ കുറവാകാം, കുറച്ച് പേർക്ക് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടാകാം. അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരിക്കലും ഒരു വിക്ടിം അല്ല, അതായത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഹെൽപ്ലെസ് ആണ് ഞാൻ, ആ ഒരു എനർജി. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് കിടക്കുക. അപ്പോൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു ഹാർട്ട് സ്പേസിലെ ആ ഒരു വിഷമം, ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഈ വിക്ടിം മെൻറ്റാലിറ്റി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് പൈൽ 1 എടുക്കേണ്ടത്? താങ്ക് യു. കണ്ടോ, കോൺഫിഡൻസിൻ്റെ കുറവാണ്. ഇവിടെ നിങ്ങൾക്ക് സോളാർ പ്ലെക്സസ് ചക്രയാണ് വന്നേക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, അതായത് ഇവിടെ ഈ ഫെയറി സ്പോട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിലീവിങ് ഈസ് സീയിങ്. അതായത് നിങ്ങൾ എന്താണ് ബിലീവ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, അതാണ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് എനർജിയിലാണോ ഇരിക്കുന്നത് ആ കാര്യങ്ങളാണ് ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അതുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെപ്പോഴും ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ സോളാർ പ്ലെക്സസ് വന്നിട്ട് കുറച്ചും കൂടെ കോൺഫിഡൻസിൻ്റെ എനർജി, കുറച്ചും കൂടെ എന്താ പറയുക, നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിൽ വർക്ക് ചെയ്യുക, കുറച്ചുകൂടെ കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ട്, വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. മിറാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ. ഓക്കെ, എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട്, ഓക്കെ, അത് എന്താ പറയുക, അത് മറികടക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ ഒരിക്കലും ഒരു വിക്ടിം അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ വിക്ടിമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് മുന്നോട്ടുള്ള ലൈഫിൽ ദോഷം വരുത്തുന്നത്. അതുകൊണ്ടിട്ട് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്
ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കാം, ഈ ഒരു ഫുൾ മൂണായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. റിലേഷൻഷിപ്പ് ഹാർമണി ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ ആർക്കേഞ്ചൽ റഗ്വേൽ ആണ് വന്നിരിക്കുന്നത്. വി ഏഞ്ചൽസ് ആർ ഓപ്പണിംഗ് ദ ഹാർട്ട്സ് ഓഫ് എവ്രി വൺ ഇൻവോൾവ്ഡ്. ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ആർ ബീങ് റിസോൾവ്ഡ് നൗ. ഇവിടെ വന്നിട്ട് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. ഇവിടെ ഓൾ ഇസ് വെൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ വഴക്ക്, കോൺഫ്ലിക്ട്സ്, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്തിട്ട് അവിടെ ഒരു ഹാർമണി, അവിടെ ഒരു സമാധാനം, പീസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ഏഞ്ചൽസ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെയും ഹാർട്ട് സ്പേസിൽ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ഏഞ്ചൽസ് നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഗെയിൻ ഇവിടെ ഹാർട്ട് ചക്ര ഹീലിംഗ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി ഹീൽ ചെയ്തിട്ട് മിറാക്കിൾസ് കൊണ്ടുവരാനായിട്ട്, ഹീലിംഗ്, ജോയ്, പീസ് അതെല്ലാം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ കോൺഫിഡൻസോട് കൂടി കാര്യങ്ങളെ നേരിടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കാതിരിക്കുക. ഓൾ ഈസ് വെൽ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ബ്ലെസ്സിങ്സ്, ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ മറികടന്നിട്ട് ഒത്തിരി നിങ്ങളുടെ ആ ഒരു ഇന്നർ ബ്യൂട്ടി മനസ്സിലാക്കാനായിട്ട്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സൗന്ദര്യം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യത്തില്ല. നിങ്ങൾക്കുണ്ടാകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. ഓക്കെ, അതെങ്ങനെ മറികടക്കാം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതിൽ നിന്ന് ഞാൻ എന്താണ് ലേൺ ചെയ്തത്? കുറച്ചും കൂടെ സ്പിരിച്വലി ഈ ഒരു എനർജി ഡിവൈനായിട്ട് കണക്ട് ചെയ്തിട്ട് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, എല്ലാം ഒരു ഹയർ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാണാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ന്യൂ മൂൺ ആണ്. ന്യൂ സ്റ്റാർട്ടേഴ്സ് കമ്മിങ്. ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ്, നിങ്ങൾ എന്താ പറയുക, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾ ഈശ്വരനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്കൊരു ന്യൂ സ്റ്റാർട്ട് അവൈലബിൾ ആണ്, ന്യൂ ബ്ലെസ്സിങ്സ് അവൈലബിൾ ആണ്. പക്ഷേ ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാകുക. കുറച്ച് പേര് ഓൾറെഡി ഒരു ചേഞ്ച്, മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിൽ കൂടി ആയിരിക്കാം കടന്നു പോകുന്നുണ്ടാകുക. അവിടെ നിങ്ങൾ ഒത്തിരി റെസിസ്റ്റൻസ് കൊണ്ടുവരാതിരിക്കുക, ഒത്തിരി ഡിനയലിൻ്റെ എനർജിയിലോട്ട് പോകാതിരിക്കുക. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് പകരം ആ ഒരു ഫ്ലോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളെ ഈശ്വരൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ലെസൺസ്, പാഠങ്ങൾ, അത് മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഒരു ഫേസ് നിങ്ങൾക്ക് എൻഡ് ചെയ്തിട്ട് ന്യൂ ബിഗിനിങ്, ന്യൂ സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ന്യൂ സ്റ്റാർട്ടിൽ വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ എനർജി മാറുക, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജിയോട് എസ് പറയാനായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, കണ്ടംപ്ലേറ്റ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങളോട് തന്നെ എന്താ പറയുക, എവിടെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്, എവിടെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എവിടെ എനിക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കണ്ടംപ്ലേഷൻ്റെ എനർജി, നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന എനർജി, ഓക്കെ, ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറയുക, ഒത്തിരി ട്രൈ ചെയ്തു, ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് സാധിക്കുന്നില്ല, ഒത്തിരി എന്താ പറയുക ഒരു നെഗറ്റീവ് സ്റ്റേജിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഓക്കെ, പോസിറ്റീവ് എഫർമേഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക.
കുറച്ചും കൂടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് എസ് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. കാർഡ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ എന്തെല്ലാം ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ആണ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ചെയ്ത കർമ്മത്തിന് എന്ത് റിസൾട്ടാണ് വരുന്നതെന്ന് നോക്കാം. പൈൽ നമ്പർ 2. താങ്ക് യു. ഒത്തിരി കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നമുക്ക് നോക്കാം. സ്റ്റാർ ഗേസിങ്, ന്യൂ ബിഗിനിങ്. വോ, നിങ്ങൾക്ക് ഇവിടെ 2 ന്യൂ ബിഗിനിങ് വന്നിട്ടുണ്ട്. ഓക്കെ, പ്രൊട്ടക്ഷൻ, പ്രഷ്യസ് ടൈം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒത്തിരി ക്വാളിറ്റി ടൈം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലവ്ഡ് വൺസ് ആയിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഒത്തിരി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് നേച്ചർ സൈനാണ്. കുറച്ച് പേർക്ക് ഇവിടെ പ്രകൃതിയിൽ നിന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ടീമിൽ നിന്നിട്ട് ഒത്തിരി സൈൻസ് ആൻഡ് സിമ്പിൾസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് റിസീവ് ആകാനായിട്ട് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ സ്റ്റാർ ഗേസിങ്ങിൻ്റെ എനർജി വന്നിട്ട് കോൺസെൻട്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പാസ്റ്റിൽ പല പല കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ചെതറിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാകാം, 3rd ചക്ര മെഡിറ്റേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യോഗ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അതിന് നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഫോക്കസിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്, ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവിടെയെല്ലാം നിങ്ങളെ ഇൻഡ്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫുൾ മൂണിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ സ്റ്റാർ എനർജി വന്നിട്ട് ഹീലിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിൽ കുറച്ചും കൂടെ പാസ്റ്റിൽ കുറേ നാളായിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ കുറച്ചും കൂടെ ഒരു ഫ്രീ മൂവ്മെൻറ്റ്, കുറച്ചും കൂടെ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേർക്ക് ഇവിടെ ചൈൽഡ് ബർത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പ്രഗ്നൻസി, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഫെർട്ടിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു കാം എനർജി, ഹീലിംഗ് എനർജി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേര് ഈ പൈൽ സെലക്ട് ചെയ്തവരിൽ ഗ്രാൻഡ് മദേഴ്സ് ആകുന്നുണ്ടാകാം. ഓക്കെ, അമ്മൂമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. ഓക്കെ, അവർക്കും കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടുള്ള, കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു സമാധാനം നൽകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒത്തിരി നാളായിട്ട് ചെറിഷ് ചെയ്ത, ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലുമൊക്കെ ഗുഡ് ന്യൂസ് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് റിസീവ് ആകുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് നിങ്ങൾ മനസ്സിൽ ഒത്തിരി നാളായിട്ട് സൂക്ഷിച്ച എന്തെങ്കിലും ഡ്രീംസ് ആയിരിക്കാം, ആഗ്രഹങ്ങളായിരിക്കാം, അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ന്യൂ പ്രൊജക്റ്റ് ആയിരിക്കാം, പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഒത്തിരി ലാവൻഡറിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ അവിടെയും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എനർജി, ഹീലിംഗ്, ഓക്കെ, സമാധാനം, അതെല്ലാം കടന്നു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗും ആകാം. അതുപോലെ തന്നെ ഇവിടെ പ്രൊട്ടക്ഷൻ വന്നിട്ട് സംരക്ഷണമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേടി, ഭയമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് നിങ്ങളുടെ സ്പിരിച്വൽ ടീം പറയാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ സേഫ് ആണ്. ഓക്കെ, കുറച്ചും കൂടെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഒത്തിരി പേർക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ
നിങ്ങളുടേതായ ക്രിയേറ്റീവ് പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടേതായ ഒറിജിനൽ ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ റിതം, ടൈമിങ്, ഓക്കെ, കുറച്ച് പേർക്ക് അത് മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, ഡാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അവിടെയെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇവിടെ പ്രഷ്യസ് ടൈം വന്നിട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ വൈസായിട്ട് കറക്റ്റായിട്ട് വിനിയോഗിക്കാനായിട്ട് നിങ്ങളിവിടെ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം, റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അതായത് ഡെയിലി ഇത്ര ടൈം ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും, ഇത്ര സമയം ഞാൻ എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും, ഇത്ര സമയം എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കും. അങ്ങനെ പല കാര്യങ്ങളും കുറച്ച് പേർ ഇവിടെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാകാം, ടൈം ടേബിളൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അതും കുറച്ചും കൂടെ ഒരു ലോങ് ടേമിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കൊണ്ടുതരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒത്തിരി പേര് ഇവിടെ ബുക്സൊക്കെ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, റൈറ്റിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു ബ്ലെസ്സിങ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അത് പിന്നെയും തുടർന്ന് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് സ്റ്റഡീസ് ആയിരിക്കാം. ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് നിന്നു പോയിട്ടുണ്ട്, എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ടിട്ട് അത് നിന്നു പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇവിടെ സാധിക്കുന്നതാണ്. കുറച്ച് പേര് ഇവിടെ ഒത്തിരി ബിസി ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ഒത്തിരി ബിസി ആകുന്നുണ്ടാകാം. ഒത്തിരി ജ്ഞാനം നേടാനായിട്ട്, വിദ്യ നേടാനൊക്കെ ആയിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. പായൽ നമ്പർ 2. താങ്ക് യു. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പേടി, ഭയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ഏസ് ഓഫ് സോഡ്സ്. ഇവിടെ അഗെയിൻ വന്നിട്ട് ക്ലാരിറ്റിയാണ് കാണിക്കുന്നത്, കോൺസെൻട്രേഷൻ, ഫോക്കസ്. ഓക്കെ, നിങ്ങൾ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്, ഒത്തിരി ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പാത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് ഹീലിംഗ് ആണ്, കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ഇവിടെ ബിഗിൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ മീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, ഒത്തിരി നാളായിട്ട് നിങ്ങൾക്ക് പരസ്പരം കാണാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ഒരു ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, കിങ് ഓഫ് കപ്സ്. ഇവിടെ വന്നിട്ട് ഒരു സ്ട്രോങ് പ്രൊട്ടക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. ബാക്കിൽ ഡോൾഫിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ടൈം നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ചും കൂടെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം. ഈ ഒരു പ്ലേഫുൾ എനർജി ഉള്ള ഒരു വ്യക്തി കറക്റ്റായിട്ട് കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, കറക്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കുന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തി റിലേഷൻഷിപ്പിൽ ഇൻ ആൻഡ് ഔട്ട്, അതായത് കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പിന്നെ കറക്റ്റായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നൽകുന്നില്ല. അങ്ങനത്തെയൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകാനായിട്ടും കുറച്ച് പേർക്ക് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കാതിരിക്കുക, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആ ഒരു എനർജി നിങ്ങളിൽ നിന്നിട്ട് മാറിപ്പോകുന്നത്. ഓക്കെ, താങ്ക് യു. 5 ഓഫ് വോൺസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് എഗെയിൻ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട്, നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കുറച്ചും കൂടെ ഒരു ഓർഡർ കൊണ്ടുവരാനായിട്ട്, ഒരു സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, എഗെയിൻ ബാലൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ വന്നിട്ട് ലെറ്റ് ഗോയുടെ എനർജിയും കൂടെയാണ്.
കുറേ പേര് ലെറ്റ് ഗോയുടെ റിച്വൽസൊക്കെ ചെയ്യുന്നുണ്ടാകാം, ഫുൾ മൂൺ റിച്വൽസൊക്കെ ചെയ്യുന്നുണ്ടാകാം. അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് എനർജിയാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതെന്ന് നോക്കാം. പൈൽ നമ്പർ 2. താങ്ക് യു. ഇവിടെ വന്നിട്ട് വാനിറ്റിയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. ഇവിടെ വന്നിട്ട് കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുന്നതായിട്ട്, എന്തെങ്കിലുമൊക്കെ ഒളിച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ എനർജി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. മറ്റുള്ളവരെന്താണോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ ട്രൂ ഇൻറ്റൻഷൻസ്, നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടിട്ടാണ്? ആ ഒരു എൻവയറമെൻറ്റിൻ്റെ, ആ ഒരു സൊസൈറ്റിയുടെ പ്രഷർ കൊണ്ടിട്ടാണോ? മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് പറയും, അതുകൊണ്ടിട്ടാണോ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാനായിട്ട് സാധിക്കാത്തത്? അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യാനായിട്ടും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഇല്യൂഷൻ്റെ എനർജി ആയിരിക്കാം. അതായത് ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ. ശരിക്കും അത് സംഭവിക്കുന്നുണ്ടാകില്ല, പക്ഷെ മറ്റുള്ളവർ അത് എന്താ പറയുക, അവരുടെ ആ ഒരു മാനിപ്പുലേറ്റീവ് എനർജി കൊണ്ടിട്ട് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾ അവരെ അന്ധമായിട്ട്, ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ്, ഇത് ഹീൽ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. താങ്ക് യു. ഇംപേഷ്യൻസ്, ഇത് വന്നിട്ട് അഗെയിൻ ത്രോട്ട് ചക്രയുടെ എനർജിയാണ്. കുറച്ചും കൂടെ പേഷ്യൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് മറ്റുള്ളവരെന്താണ് പറയുന്നത്, മറ്റുള്ളവരെന്താണ് തിങ്ക് ചെയ്യുന്നത്, അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ടൈം എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ക്വസ്റ്റ് വന്നിട്ട് കുറച്ചും കൂടെ എന്താ പറയുക, ആ ഒരു യാത്ര, ആ ഒരു ജേണി, അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ടാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർ പറയുന്ന വേർഡ്സ്, മറ്റുള്ളവർ എന്താണ് ഫോളോ ചെയ്യുന്നത്, അത് എടുത്തു ചാടി നിങ്ങൾ ഡിസിഷൻസ് എടുക്കാതിരിക്കുക. നിങ്ങളുടേതായ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടേതായ വിസ്ഡം, അറിവ്, അത് ട്രസ്റ്റ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ക്ഷമ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളെ ഹീൽ ചെയ്യുന്നതാണ്. ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ വന്ന് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടാകാം. ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്യാനായിട്ടാണ് കുറച്ച് പേരോട് ഇവിടെ പറയുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടേതായ ഡ്രീംസ് ആയിരിക്കാം, നിങ്ങളുടേതായ സ്വപ്നങ്ങളായിരിക്കാം. അത് കുറച്ച് പേരോട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടും പറയുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവേശം വന്നിട്ട് നിങ്ങൾ എന്താ പറയുക, റോങ് ആയിട്ടുള്ള ഓഡിയൻസിനോട് ആ ഒരു കാര്യം ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ അവർ അത് പറയാൻ നേരം എതിർക്കുന്നുണ്ടാകാം, കളിയാക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നുണ്ടാകാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയും കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി സമാധാനമായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഫൈനലായിട്ട് നിങ്ങളുടെ ആർക്കേഞ്ചൽസിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം. പൈൽ നമ്പർ 2. താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിട്ട് നർച്ചർ, ആർക്കേഞ്ചൽ ഗബ്രിയൽ ആണ് വന്നിരിക്കുന്നത്. ആസ് യു നർച്ചർ എ ചൈൽഡ്, യു നർച്ചർ യുവർ ഓൺ ഇന്നർ ചൈൽഡ്. ബോത്ത് ആക്ടിവിറ്റീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ യു റൈറ്റ് നൗ. ഇവിടെ നമുക്ക് ഈ കാർഡിലും സെയിം എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കുട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ, നെയിമിങ് സെറമണി ആയിരിക്കാം, പേരിടൽ ചടങ്ങായിരിക്കാം, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആയിരിക്കാം. ഓക്കെ, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അവരെ സംരക്ഷിക്കാനായിട്ട് ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേരെ സെൻഡ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. കുട്ടിക്കാലത്ത് നിങ്ങൾ നേരിട്ട എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, ഹീൽ ചെയ്യാതെ പോയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അത് ഹീൽ ചെയ്യാനായിട്ടും കുറച്ച് പേരെ ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ഓക്കെ, അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പേരോട് നിങ്ങളെ തന്നെ നർച്ചർ ചെയ്യാനായിട്ട്, നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ സെൽഫ് കെയർ റുട്ടീനിലൊക്കെ കുറച്ച് പേര് ഫോക്കസ് ചെയ്യാനായിട്ട്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ഓരോന്നിനും സമയം കണ്ടെത്താനായിട്ട് നിങ്ങളെ ഡിവൈൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ നിങ്ങളെ നർച്ചർ ചെയ്യുമ്പോൾ, കെയർ ചെയ്യുമ്പോൾ ആ ഒരു ഇന്നർ ചൈൽഡിൽ ഒത്തിരി ഹീലിംഗ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ സോഷ്യൽ സർക്കിള്, നിങ്ങളുടെ എൻവയർമെൻറ്റ്, നിങ്ങൾ ആരുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഓക്കെ, അവിടെ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. ഒത്തിരി ഹാർഷായിട്ടുള്ള എനർജി ഉള്ള ആൾക്കാർ, ഒത്തിരി എന്താ പറയുക, നമ്മളെ ഒത്തിരി ട്രിഗർ ചെയ്യുന്ന ആൾക്കാർ, ഒത്തിരി സംസാരം കൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാർ, അതെല്ലാം ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ പേഷ്യൻസ് ഉള്ള ആൾക്കാർ, കുറച്ചും കൂടെ വിസ്ഡം ഉള്ള ആൾക്കാർ, അറിവുള്ള ആൾക്കാർ, അവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ന്യൂ മൂൺ എക്ലിപ്സ് ആണ്. ഇവിടെ വന്നിട്ട് എക്സ്പെക്റ്റ് പവർഫുൾ ചേഞ്ച്. നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ചേഞ്ചസ്, ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ ഈശ്വരനോട് നന്ദിയോടുകൂടി ആ ഒരു ബ്ലെസ്സിങ്സിനെ സ്മരിക്കാനായിട്ടാണ് നിങ്ങളോട് ഇവിടെ പറയുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെയാണ് വിജയം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയാണ് ലക്കുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ആ ഒരു ലക്ക് വന്നിട്ട് പ്രൊട്ടക്ഷൻ്റെ രൂപത്തിലായിരിക്കാം, സംരക്ഷണത്തിൻ്റെ രൂപത്തിലായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേജിൽ മാറ്റമായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് സ്പേസിലെ ഹീലിംഗ് ആയിരിക്കാം. ഈ ഒരു എക്ലിപ്സ് വന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കാർമേഘങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്നതായിരിക്കാം. പുതിയൊരു വെളിച്ചം, പുതിയൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് യൂണിവേഴ്സിനോട്, നിങ്ങളുടെ സ്പിരിച്വൽ ടീമിനോട് എത്രത്തോളം താങ്ക്ഫുള്ളായിട്ടിരിക്കാനായിട്ട്, ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കാനായിട്ട് സാധിക്കുമോ അത്രയും ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രേറ്റ്ഫുളിൻ്റെ എനർജി വന്നിട്ട് ഇത് ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചവരുടെ എനർജിയും ആകാം. അങ്ങനെയുള്ളവരോട് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു സ്നേഹം, ഒരു ബഹുമാനം, എന്തെങ്കിലുമൊക്കെ അവരോട് തുറന്ന് പറയാനുണ്ടെങ്കിൽ, അവരോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് പറയാനുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു മെസ്സേജാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. നമുക്ക് കാർഡ് ഇവിടെ തൽക്കാലം ഇവിടെ വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് മാനിഫെസ്റ്റേഷൻസ് ആണ്, എന്ത് ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ എന്ത് റിസൾട്ടാണ് വരുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഹാർഡ് വർക്കിന് എന്ത് റിസൾട്ടാണ് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുതരുന്നതെന്ന് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 3. Pile number 3. Thank you. Magical blessings. Beautiful. ഫസ്റ്റ് തന്നെ ബ്ലെസ്സിങ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു സെയിം ബ്ലെസ്സിങ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കാം. ജേർണി, ഫൈൻഡ് ബാലൻസ്, ഹീലിംഗ്. ബ്യൂട്ടിഫുൾ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി കുറച്ച് പേർക്ക് ഇത് ഹാർട്ട് സ്പേസിലെ ഹീലിംഗ് ആയിരിക്കാം. ബാക്കിൽ വന്നിട്ട് ടെംപ്റ്റേഷൻ, ഈ നെഗറ്റീവ് എനർജീസിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടെംപ്റ്റേഷൻസ് വരുന്നുണ്ട്. ഇത് കുറച്ച് പേർക്ക് അഡിക്ഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഓൾഡ് ബിലീഫ് സിസ്റ്റം ആയിരിക്കാം, ചിന്താ രീതികളായിരിക്കാം. അതിലെല്ലാം മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ആ ടെംപ്റ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഹീലിങ്ങിൻ്റെ ബ്ലെസ്സിങ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്, ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാനായിട്ട്, ഓക്കെ, അതിനെല്ലാം ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ
കുറച്ച് പേർക്ക് ജേർണി അല്ലെങ്കിൽ ട്രാവലിൻ്റെ ബ്ലെസ്സിങ് ആയിരിക്കാം. നിങ്ങൾ ഒത്തിരി നാളായിട്ട് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യണം. കുറച്ച് പേർക്ക് സോളോ ട്രിപ്പായിരിക്കാം. ഓക്കെ, ആ യാത്രകൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫസ്റ്റ് ടൈം എന്താ പറയുക, വിദേശത്ത് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ പാസ്പോർട്ട് റിന്യൂ ആകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ടൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാകുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് വിസ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഫുൾ മൂൺ എനർജി കൊണ്ടുവരുന്നതായിട്ടാണ് പറയുന്നത്. നമുക്ക് ക്ലാരിഫിക്കേഷൻസ് എടുക്കാം. ഓക്കെ, താങ്ക് യു. പാൻ നമ്പർ 3. Knight of Pentacles, 7 of Cups, 6 of Cups. ഓക്കെ, നിങ്ങൾക്ക് 2 കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് Queen of Wands and 3 of Pentacles. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ സ്ട്രെങ്ത് കാർഡിൽ വന്നിട്ട് നിങ്ങളുടെ ഫിയേഴ്സിനെ, നിങ്ങൾ പേടിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളിവിടെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് റെഡിയാകുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ്, ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത, ഓക്കെ, അത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലായിരിക്കാം ഈ ഒരു ബ്ലെസ്സിങ് വരുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിലായിരിക്കാം. കുറച്ചും കൂടെ ഉത്സാഹം കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ചുകൂടെ ഔട്ട്കം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട്സ് ആണ്. അതായത് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ എന്താ പറയുക ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് റിലേഷൻഷിപ്പിലെ ഒരു ബാലൻസും ആകാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. ഈ ഒരു എനർജിയിൽ വന്നിട്ട് ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം, എന്ത് ചൂസ് ചെയ്യണം, അങ്ങനെ ഒരു എന്താ പറയുക, എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളതിൽ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിൽ കുറേ കൂടെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കാം. നിങ്ങൾക്ക് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ജോബ് തിരഞ്ഞെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് വന്നിട്ട് വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കാം. ഓക്കെ, കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ജേർണി, നിങ്ങളുടെ ആ ഒരു പാത്ത് ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാതെ സർപ്രൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു ടൈമിൽ കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല, പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. ഓക്കെ, ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ട് നിങ്ങളുടെ പാസ്റ്റ് എനർജീസ്, പാസ്റ്റ് മെമ്മറീസ്, അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് വർക്കിൽ ഒത്തിരി ഫോക്കസ് ചെയ്യണ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായ സമയം കണ്ടെത്താനായിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറേ കൂടെ നിങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പാഷൻസ് എന്താണെന്ന് കണ്ടെത്താനൊക്കെ ആയിട്ട് കുറച്ച് പേരിവിടെ ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ലവ് റിലേഷൻഷിപ്പിലെ ഒരു ബ്ലെസ്സിങ്ങും ആകാം. നിങ്ങളുടെ ഇടയിൽ കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇവിടെ സാധിക്കുന്നുണ്ടാകാം.
കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ സിംഗിളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ്, ഓക്കെ, മാരേജ് പ്രപ്പോസൽ, അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഹീലിങ്ങിൻ്റെ താഴെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻഡ്സും അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റിലെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് റിലീജിയസ് ആയിട്ട്, ഓക്കെ, റിലീജിയനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ഹീലിംഗ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട്, ബോൾഡായിട്ട്, എന്താ പറയുക, ലൈഫിനെ ഫേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നിങ്ങളൊരു ഹീലിംഗ് പ്രൊഫഷണലാണോ ഉള്ളതെങ്കിൽ, ഓക്കെ, ഈ ഒരു ക്യൂൻ ഓഫ് വോൺസ് വന്നിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹീലർ ആണെങ്കിൽ, കുറച്ച് പേർക്ക് നിങ്ങൾ ഡോക്ടേഴ്സ് ആയിരിക്കാം, നേഴ്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ വെൽനസ് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഓക്കെ, ഹീലിംഗ്, സ്പിരിച്വൽ ഹീലിംഗ് ചെയ്യുന്നവരായിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗിഫ്റ്റ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒത്തിരി ഹീൽ ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ ഹീലർ അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീലറെ മീറ്റ് ചെയ്യാനായിട്ട്, ആ വ്യക്തിയിൽ നിന്നിട്ട് ഹീലിംഗ് ലഭിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു ഫുൾ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഗോയുടെ എനർജിയുമാണ്. നിങ്ങൾ ഫുൾ മൂൺ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ്, ലെറ്റ് ഗോ റിച്വൽസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് എനർജിയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം, എന്നാലും നമുക്കൊന്നും കൂടെ നോക്കാം എന്ത് എനർജിയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത് ഈ ഒരു ടൈമിൽ. കൺഫ്യൂഷൻ. ഓക്കെ, ഈ ഒരു ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി പോവുക, പിന്നെ നിങ്ങൾ ഓവറായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ആരെ വിശ്വസിക്കണം, ആരെ ട്രസ്റ്റ് ചെയ്യണം, ആ ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ കെയർഫുള്ളാകുക. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് വന്നിട്ട് ക്രൗൺ ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് മറ്റുള്ളവർ പ്രഷർ തരുന്നുണ്ട്, ഓവറായിട്ട് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്ന ആ ഒരു പീസ്ഫുൾ എനർജി നഷ്ടപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ ആ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ പെർസീവിയറൻസ് കൊണ്ടുവരിക. നിങ്ങൾ തോറ്റുപോയി, നഷ്ടപ്പെട്ടു പോയി, ആ ഒരു എനർജിയിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. മറ്റുള്ളവരെന്താണ് പറയുന്നത്, മറ്റുള്ളവരുടെ വാക്ക്, അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വിസ്ഡം എന്താണ് പറയുന്നത്, അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു എനർജി, ഈ ഒരു കൺഫ്യൂഷൻ എങ്ങനെ ഹീൽ ചെയ്യണം നോക്കാം. ഗോസിപ്പ് കണ്ടോ, ഗോസിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ജലസിയുടെ എനർജിയാണ്, പരദൂഷണം, ആ ഒരു എനർജിയാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലോക്കേജ് ഉണ്ടാക്കുന്നതാണ്. ഇത് ഹാർട്ട് ചക്രയുടെ എനർജിയാണ്, നിങ്ങളെ മാനസികമായിട്ട് ഒത്തിരി വിഷമിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഗോസിപ്പിൽ ഈ ഒരു സ്ത്രീ വന്നിട്ട് അവർക്ക് അവരുടേതായ യുണീക്കായിട്ടുള്ള കഴിവുണ്ട്, യുണീക്കായിട്ടുള്ള ടാലൻ്റ് ഉണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്നവർ അത് അംഗീകരിക്കണം എന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള എനർജീസ് ഉണ്ടെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുള്ളാകുക. നിങ്ങളുടേതായ ആ ഒരു യുണീക്ക്നെസ്, നിങ്ങളുടേതായ ആ ഒരു പവർ, അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗോസിപ്പിൻ്റെ എനർജി ചൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന, ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ, ഓവറായിട്ടുള്ള പല പല കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത്. കാരണം നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി, നിങ്ങൾ എന്താണോ ചിന്തിക്കേണ്ടത്, എന്താണോ പ്രവർത്തിക്കേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, അവിടെ ക്ലാരിറ്റി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ആർക്കേഞ്ചലിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3. താങ്ക് യു. മൂൺ സൈക്കിൾസ്, ആർക്കേഞ്ചൽ ഹാനിയൽ ആണ് വന്നേക്കുന്നത്. ഓക്കെ, നോട്ടീസ് ഹൗ ദ മൂൺ അഫക്ട്സ് യുവർ എനർജി ആൻഡ് മാനിഫെസ്റ്റേഷൻസ് ആൻഡ് ക്യാപിറ്റലൈസ് അപ്പോൺ ദീസ് സൈക്കിൾസ്. ബ്രീത്ത്. ഇവിടെ നിങ്ങൾ ഈ ഒരു സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ എനർജി കാമാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഓൾഡ് പാറ്റേൺസ് ഉണ്ടെങ്കിൽ ആ എനർജീസ് എല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ജങ്കായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം ലെറ്റ് ഗോ ചെയ്യാനായിട്ടും നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മൂൺ സൈക്കിൾസ് വന്നിട്ട് പറയുകയാണ്, ഈ ഒരു മൂൺ സൈക്കിൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു എനർജി നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കറക്റ്റായിട്ടുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി സമാധാനം കൊണ്ടുവരാനായിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു സമയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആർക്കേഞ്ചൽ ഹാനിയൽ, ആ ഒരു ആർക്കേഞ്ചലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ മൂഡ് സ്വിങ്സ് അതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.